ഇന്ന് നമ്മൾ മലയായിട്ട് കാണുന്ന ഈ സ്ഥലമുണ്ടല്ലോ, നാളെ ഒരുപാട് വാഹനങ്ങൾ വരുന്ന വയനാട്ടിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പ്രദേശമായിട്ട് മാറും. ഈ സ്ഥലങ്ങളെല്ലാം ഇന്ന് നമുക്കിങ്ങനെ കാണാൻ പറ്റുള്ളൂ. വൈകാതെ തന്നെ നമുക്കത് കാണാൻ പറ്റുള്ളൂ. വയനാട്ടിൽ നമ്മുടെ തുരങ്കപാതയുടെ പണി അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വയനാടിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ തലത്തിലേക്ക് എത്തിക്കാൻ പറ്റിയ ഒരു പാതയാണ് വരുന്നത്, എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ നടക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹിറ്റാച്ചി ഉപയോഗിച്ച് മണ്ണുകളൊക്കെ കൊണ്ടുവന്നിട്ട് അത് താഴേക്ക് ഇടുകയാണ്, ടിപ്പറിൽ ടോയിൽ ഇടുകയാണ്. അപ്പം ആ ഏരിയ ഇപ്പോൾ കാണുന്നത് കേട്ടോ, അങ്ങ് ദൂരെ കാണുന്ന ഏരിയയിലാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന മലയുണ്ടല്ലോ, ഈ മല തുരന്നാണ് തുരങ്കപാത ഇങ്ങോട്ട് എത്തുന്നത്. ഇതിൻ്റെ ഈ വലത്തേ സൈഡ് ഉണ്ടല്ലേ, ഈ വലത്തേ സൈഡിലാണ് ആനക്കാംപൊയിൽ, അതായത് കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിലുള്ളത് കേട്ടോ. ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തി എന്നൊക്കെ പറയാൻ പറ്റുന്ന സാധനം കേട്ടോ. അത് അത്ര വേഗത്തിലല്ലേ ഈ സ്വപ്ന പദ്ധതി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇത് മറ്റൊരു സോണിലാണ് കേട്ടോ, അതായത് നമ്മളിപ്പോൾ കണ്ട സ്ഥലത്തിൻ്റെ കുറച്ച് താഴെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ അവിടെ മറ്റൊരു സ്ഥലത്തും ഈ മണ്ണ് മാറ്റുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വർക്ക് നടക്കുന്ന ഭാഗത്തുനിന്ന് അങ്ങനെ താഴോട്ടുള്ള ദൃശ്യം കേട്ടോ. അടിപൊളിയല്ലേ, എമ്മാരി വ്യൂ നോക്കിയേ, അടിപൊളി. ഇതാ കണ്ടോ, ഇപ്പോൾ പ്രവർത്തനം നടന്നുകൊടുക്കുന്ന സ്ഥലമാണേ. ഓക്കെ, കണ്ടില്ലേ, ഒരുപാട് സമയം വൈകിട്ടും ഇവിടെ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മെഷീനറീസ് എല്ലായിടത്തും ഉണ്ട് കണ്ടില്ലേ, ഇവിടെയൊക്കെ മെഷീനറീസ് ഉണ്ട്, താഴെ മേലൊക്കെ മെഷീനറീസ് ഉണ്ട്, യന്ത്രങ്ങളുണ്ട്. യന്ത്രങ്ങൾ ഉപയോഗിച്ച് പണിയൊക്കെ ഇങ്ങനെ പ്രോപ്പറായി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് നിർമ്മാണ സാമഗ്രികൾ, അതായത് വാഹനങ്ങൾ, അത് മറ്റനുബന്ധ സാധനങ്ങൾ കൊണ്ട് സ്റ്റോർ ചെയ്യുന്ന ഡംപിങ് യാർഡാട്ടോ. കണ്ടില്ലേ, ഇവിടെ ഒരുപാട് വാഹനങ്ങൾ, ക്രെയിൻസ്, പിന്നെ ടിപ്പറുകൾ, പിന്നെ ഹിറ്റാച്ചി, പിന്നെ കുറച്ച് ന്യൂ ടൈപ്സ് ഓഫ് വെഹിക്കിൾസ് ഒക്കെ കൊണ്ട് ഇട്ട സ്ഥലമാണ്. കണ്ടില്ലേ, മണ്ണുകൾ ഇവിടെ തന്നെ കൊണ്ടിട്ടേക്കുന്നത്. പിന്നെ ഇത് മാത്രമല്ല, കുറച്ച് മുകളിലായിട്ട് ഒരു ക്രഷറും കൂടി വരുന്നുണ്ട്. നമ്മളെ നേരത്തെ ഡംപിയാട് കണ്ടില്ലേ, ഇത്രയും ദൂരമായിട്ട് ഡംപിയാട് കണ്ടോ. നമ്മൾ അവിടെ ഇത്രയും ദൂരത്തേക്ക് വന്നു. ഇവിടെയൊക്കെ പദ്ധതി പ്രദേശമാണ്. ഇതിലൂടെയൊക്കെ ഇനി ഏറ്റവും വികസനത്തിൻ്റെ ഏറ്റവും കയ്യൊപ്പ് ചാർത്തുന്ന ഓരോരോ സംഭവങ്ങളും ഇവിടെ വരും ദിവസങ്ങളിൽ വരും. അതിനുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണെടുത്ത് പോയ വാഹനങ്ങളെ ആ ഡംപിയാടിലേക്ക് കൊണ്ടുവന്നിട്ടില്ലേ, അവിടെ അത്രയും ദൂരത്താട്ടോ ഡംപിയാട്. നമ്മളിവിടേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ക്രഷറും കൂടി വരുന്നുണ്ട്. തുരങ്കപാതയിലേക്കുള്ള ട്രാൻസ്ഫോമർ എത്തിച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ ലോറിയിൽ. ഇതിങ്ങനെ പുറത്ത് എൻട്രൻസിൻ്റെ അവിടെ ഇങ്ങനെ ഇട്ടേക്കുക. അതായത് വൈദ്യുതി ഒന്നും നിലക്കാതെ ഒരിക്കലും അതുകൊണ്ട് ആ കാരണം കൊണ്ട് പ്രവർത്തനം